അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു. കിളിക്കൂട്ടം എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ മാലാഖ കുട്ടികളുടെ കലോത്സവം മാതൃകാപരമായിരുന്നു. ദൈവം എല്ലാം നൽകിയവരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കുട്ടികൾ പുറത്തെടുത്തത്. കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്തപ്പോൾ കാണികൾ അത്ഭുതപ്പെട്ടു. സംഘഗാനം, ലളിതഗാനം, ഭക്തിഗാനം, സിംഗിൾ സോങ്, ഫാൻസി ഡ്രസ്, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, കസേരകളി തുടങ്ങി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു. മത്സരത്തിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങൾ നൽകിയതിന് പുറമെ മത്സരിച്ച മുഴുവൻ പേർക്കും സമ്മാനങ്ങളും നൽകി. സമാപന സമ്മേളനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞ ഇന്നൊരു ദിവസം ശരിക്കും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിലോ എവിടെയെങ്കിലും വിട്ടിട്ട് അവർക്ക് മറ്റൊരു വഴിക്കും പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്ന മാതാപിതാക്കളാണ് ഇവിടെയുള്ളവർ. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളുമൊത്ത് ഇന്നൊരു ദിവസം അവർ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ, അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ആ ഒപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും കൂടെ നിൽക്കുന്നു. മത്സരത്തിലുടനീളം നിഷ്കളങ്ക കലാപരിപാടികൾ കാണികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അങ്കണവാടി ജീവനക്കാർ നേതൃത്വം വഹിച്ച മത്സരത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ വിധികർത്താക്കളായി. ഭിന്നശേഷി കലാമേള കിളിക്കൂട്ടം എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. നടനകലയും താളമേളവുമെല്ലാം ഒത്തുചേർന്നപ്പോൾ ഒരു കലോത്സവ വേദിയായി കിളിക്കൂട്ടം വേദിയും മാറ്റപ്പെട്ടു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമാപന സമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ പി ബിനു, വിജയമ്മ ജോസഫ്, ജോമോൻ വെട്ടിക്കാല, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ICDS ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.